ശോഭാ സുരേന്ദ്രനൊക്കെ എന്തൊരു കോമഡിയാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ കഥാപാത്രങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു ദിവസമൊക്കെ എത്ര ഡ്രൈ ആയി പോയെന്ന് ആലോചിക്കാറുണ്ട്. കാര്യം എന്താണോ ബി ജെ പിയിലെ ഒട്ടക ഗോപാലകൃഷ്ണൻ അതിന്റെ പെൺ വേർഷൻ എന്തെന്ന് ആലോചിച്ചാൽ മതി. അതാണ് ശോഭാ സുരേന്ദ്രൻ, മഞ്ഞൾ ശോഭ. ചില സന്ദർഭങ്ങളിലൊക്കെ അടിക്കുന്ന ഡയലോഗ് കേട്ടാൽ കേട്ടു നിൽക്കുന്നവർക്ക് തോന്നും ഇപ്പോ അങ്ങ് മല മറിച്ചു കളയോ. വെറുതെ അതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ഞങ്ങളുടെ ഒരു തന്ത്രമാണ്. അത് തന്ത്രമെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിന്റെ ഒരു ചോദ്യം അവർക്ക് നേരെ വരികയാണ്. അതായത് സുരേഷ് ഗോപിയെ കുറിച്ച് ഇത് പ്രതികരിക്കാത്തതും അദ്ദേഹത്തിന്റെ ഈ വോട്ട് കച്ചവടം ക്രിസ്ത്യാനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എടുത്ത വായിലെ മഞ്ഞൾ പോലെ പരിശുദ്ധമായിട്ടുള്ള ഒരു മറുപടി അവർ പറഞ്ഞു. സ്വാഭാവികമാണ്. അതായത് ഈ ഡയലോഗ് അടിക്കപ്പുറം എന്താണ് ഉള്ളിലെ ആ മഞ്ഞൾ പരിശുദ്ധി എന്ന് ആ വാചകം തെളിയിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ? ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല. കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട്, ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും. അതെ, ഞങ്ങളത്ര തൊലിക്കട്ടി ചെമ്പു ഗോപിക്ക് വരാറായില്ല. കുറച്ചു കാലോട് ഞങ്ങളോട് നടക്കട്ടെ, ആ തൊലിക്കട്ടി വരും. എങ്ങനെ? ഇതുവരെ മിണ്ടാത്തതിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്.